എല്ലാ കണ്ണുകളും പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. 2 ജാഥകൾ ദിവസങ്ങൾക്കുള്ളിൽ പാലക്കാട് ജില്ല തൊടും. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയും എം.വി. ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന യാത്രയും പാലക്കാട്ടേക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ എത്തുമ്പോൾ പി.കെ. ശശിയുടെ നിലപാട് ചർച്ചയാകുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ 15-നാണ് മണ്ണാർക്കാട് എത്തുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് 16-ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയും മണ്ണാർക്കാട്ട് എത്തുന്നുണ്ട്. ഏത് ജാഥയുടെ സ്വീകരണ യോഗത്തിൽ പി.കെ. പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും അത് ചർച്ചയാവും. നിലവിൽ CPM-മായി അകന്നു നിൽക്കുന്ന ശശി സതീശന് കൈകൊടുത്ത് കോൺഗ്രസ് കൂടാരത്തിൽ ചേക്കേറുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നേരത്തെ LDF ജാഥയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി N.K. നാരായണൻകുട്ടി നടത്തിയ പ്രസംഗവും ചർച്ചയായിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് വരുന്നുണ്ട്, അറിയാലോ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ് മണ്ണാർക്കാട്ട് വരുന്നത്. ആ യോഗത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തണം. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി കാണുമല്ലോ. അത് നിങ്ങൾ വരികൾക്കിടയിൽ വായിച്ചോ എന്നായിരുന്നു പ്രസംഗത്തിലെ വാക്കുകൾ. CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബ്രാഞ്ച് അംഗത്തിലേക്ക് തരം താഴപ്പെട്ട പി.കെ. ശശി ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടേയില്ല. എന്നാൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി പല തലങ്ങളിൽ ആശയവിനിമയം നടത്തിയതായി സൂചനയുണ്ട്. മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി.കെ. ശശി ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ CPM ജില്ലാ നേതൃത്വവുമായി അകന്ന് ഇന്ത്യ മുന്നണി സഖ്യത്തിന് നേതൃത്വം നൽകിയ സതീഷും പി.കെ. ശശിയുൾപ്പെടെയുള്ളവരുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം പി.കെ. ശശി വന്നാൽ കുറേയേറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ UDF നിർബന്ധിതമാകുമെന്ന് മുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നുമുണ്ട്. പി.കെ. ശശി ഇപ്പോഴും പാർട്ടി അംഗമാണെന്നും അഭ്യൂഹങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി N.K. നാരായണൻകുട്ടി പറഞ്ഞു. കേട്ടുകേൾവികളെക്കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്നും ആര് വന്നാലും പോയാലും അത് പാർട്ടിയെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ വലിയ നേതാക്കൾ പലപ്പോഴായി പാർട്ടി വിട്ടുപോയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നുവെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. പി.കെ. ശശിക്ക് പിന്നാലെ പാലക്കാട്ടെ BJPയുടെ ശക്തയായ വനിതാ നേതാവ് പ്രമീള ശശിധരനും BJP വിട്ട് കോൺഗ്രസിലെത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നേതാവും പുതുയുഗ യാത്രയുടെ ഭാഗമാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രമീള ശശിധരൻ പരസ്യമായി BJP നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പാലക്കാട് എത്തുമ്പോഴായിരുന്നു നേതാക്കളുടെ പാർട്ടി പ്രവേശനം നടപ്പിലാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നത്. VS അച്യുതാനന്ദന്റെ മുൻ PA സുരേഷിനെ പാർട്ടിയിലെത്തിക്കാനുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചാണ് സുരേഷിനെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസ് ചർച്ച നടത്തിയത്. മണ്ഡലത്തിൽ സുരേഷ് മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ദീർഘകാലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണ് സുരേഷ്. കൽമണ്ഡപം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സുരേഷ് 2002-ലാണ് VS-നൊപ്പം ചേരുന്നത്. 2008-ൽ പാർട്ടി വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന കാരണത്താൽ സുരേഷിനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു. മണ്ണാർക്കാട് CPM പ്രാദേശിക നേതാക്കൾക്കെതിരെയായിരുന്നു പി.കെ. ശശിയുടെ പരോക്ഷ വിമർശനം വന്നത്. മണ്ണാർക്കാട്ടെ പൊതുസമൂഹവുമായി തനിക്കുള്ള ബന്ധം ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ലെന്ന് പി.കെ. ശശി പറഞ്ഞിരുന്നു. മണ്ണാർക്കാട് നടന്ന CPM പ്രതിഷേധ പ്രകടനത്തിൽ പി.കെ. ശശിക്കെതിരെ CPM-ൽ കൊലവിളി ഉയർന്നതും നമ്മൾ കണ്ടു. തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ കോൺഗ്രസ് ദുർബലമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗലുവിന്റെ റിപ്പോർട്ട്. അതിനിടയിലാണ് ഈ ജില്ലകളിൽ നിന്നുള്ള തലപൊക്കമുള്ള ചില നേതാക്കൾ കോൺഗ്രസ് ക്യാമ്പിൽ എത്തി നിൽക്കുന്നത്.